തിരുവനന്തപുരം ജില്ലയിൽ മുക്കോല ജി പ്രഭാകരൻ എന്ന് പറഞ്ഞ് CPM-നൊരു നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് DYFIയുടെ മുൻ രൂപമായിരുന്ന KSYF-ലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് വന്നത്. വിഴിഞ്ഞത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. CPM-ൻ്റെ കർഷക സംഘടനയായിട്ടുള്ള കർഷക സംഘത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ജില്ലയിലെ അറിയപ്പെടുന്ന നേതാവായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം മുക്കോല ജി പ്രഭാകരൻ ഇന്ന് CPM-ലില്ല. അദ്ദേഹം CPM-ൻ്റെ വർഗശത്രുക്കളായിട്ടുള്ള BJP-യിലാണ് അദ്ദേഹം ഇന്ന്. ഇന്നലെ വരെ അദ്ദേഹം ചുവന്ന കൊടിയാണ് പിടിച്ചിരുന്നതെങ്കിൽ ഇന്ന് മുതൽ അദ്ദേഹം കാവിക്കൊടിയാണ് പിടിക്കുക. അതുപോലെ തന്നെ നെല്ലിക്കുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന നെല്ലിക്കുന്ന് ശ്രീധരൻ, അദ്ദേഹം 53 വർഷം CPM-ൻ്റെ പ്രവർത്തകനായിരുന്നു, അച്ചടക്കമുള്ള പ്രവർത്തകനായിരുന്നു. അദ്ദേഹം ഇനി കാവിക്കൊടിയാണ് പിടിക്കുക. CPM-ൻ്റെ പനവിള ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന S ശ്രീകുമാർ, CPM-ൻ്റെ തോട്ടം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വയൽക്കര മധു, അതുപോലെ തന്നെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി പ്രദേശത്തെ ഏതാണ്ട് 20ഓളം CI2-ൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ ഏതാണ്ട് ഒരു 100ഓളം CPM-ൻ്റെ പ്രവർത്തകർ ചുവന്ന കൊടി ഉപേക്ഷിച്ച് ഇനി കാവിക്കൊടിയായിരിക്കും പിടിക്കുക. ആ 100 പേർ CPM-ൽ നിന്ന് രാജിവെച്ചു. അവരിനി BJP-യിൽ പ്രവർത്തിക്കും എന്ന് മാത്രമല്ല, അവരുടെ പാർട്ടി ഓഫീസിന് ഞങ്ങൾ പോയി കാവി നിറം പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് എന്ന് BJP-യുടെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് അവരുടെ ഒരു കേന്ദ്രമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രഖ്യാപിക്കുന്നതും കേട്ടു. സ്വാഭാവികമായും CPM-ൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരാണ്, അവർ ഞങ്ങളുടെ പാർട്ടിക്കാരല്ല, അത് ഞങ്ങളുടെ പാർട്ടി ഓഫീസ് ആയിരുന്നില്ല എന്നൊക്കെ ഉള്ള നിലയിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പതിറ്റാണ്ടുകളായി CPM-ൽ പ്രവർത്തിച്ചിരുന്ന, പതിറ്റാണ്ടുകളായി അച്ചടക്കമുള്ള CPM-ൻ്റെ പ്രവർത്തകരായിരുന്ന, നേതാക്കളായിരുന്ന, പതിറ്റാണ്ടുകളായി ചുവന്ന കൊടി പിടിച്ച് CPM-ൻ്റെ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഏതാണ്ട് 100ഓളം പേർ അവർ CPM വിട്ട് CPM ഏറ്റവും കൂടുതൽ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നു എന്ന് പറയുന്ന കാവി കൊടിയടയാളമുള്ള BJP-യിലേക്ക് കളം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ഇത് CPM-ൻ്റെ നേതൃത്വം കാണുന്നത് പോലെ അത്ര ലളിതമായി സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ കഴിയുമോ? CPM-കാർ കോൺഗ്രസിലേക്ക് പോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, CPM-കാർ CPI-യിലേക്ക് പോകുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ കൂട്ടത്തോടെ CPM-കാർ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് പുതിയ അനുഭവമല്ലേ? കേരളത്തിൽ എന്ന് ഞാൻ പറയാൻ കാര്യം എന്താ? പശ്ചിമ ബംഗാളിൽ നമുക്കൊരു പുതിയ അനുഭവമേ അല്ല. പശ്ചിമ ബംഗാളിലെ BJP-യുടെ ആസ്തി എന്ന് പറഞ്ഞാൽ CPM-കാരാണ്. പശ്ചിമ ബംഗാളിൽ BJP ആയിട്ട് മാറിയ നല്ല ശതമാനം ആളുകളും CPM-ൻ്റെ നേതാക്കന്മാരാണ്. എത്രയോ MLA-മാർ CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയിരിക്കുന്നു. അവസാനം അവരുടെ ഒരു ആദിവാസി MP-യും MLA-യും ഒക്കെ ആയിരുന്ന CPM-ൻ്റെ നേതാവായിട്ടുള്ള ഖഗൻ മുർമു ഉൾപ്പെടെ എത്രയോ MLA-മാർ MP-മാർ ഒക്കെ പശ്ചിമ ബംഗാളിൽ BJP-യിലേക്ക് പോയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ CPM-ൻ്റെ എത്ര ഓഫീസുകൾ രായ്ക്ക് രാമാനം BJP-യുടെ ഓഫീസുകളായി മാറിയിരിക്കുന്നു. ഇവിടെ CPM-ൻ്റെ പ്രവർത്തകർ ഇത്രയും പേർ BJP-യിലേക്ക് വന്നപ്പോൾ VV രാജേഷ് എന്ന് പറയുന്ന അവരുടെ ജില്ലാ പ്രസിഡന്റ് വേദിയിൽ നിന്ന് പറയുന്നത് കേട്ടത്, പശ്ചിമ ബംഗാളിലെ പോലെ പശ്ചിമ ബംഗാളിൽ CPM-ൻ്റെ ഓഫീസുകൾ BJP ഓഫീസുകളായി മാറിയതുപോലെ ഇവിടെ തിരുവനന്തപുരത്തും CPM-ൻ്റെ ഓഫീസ് BJP-യുടെ ഓഫീസായി മാറാൻ പോകുന്നു എന്നാണ് VV രാജേഷ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ അന്തർലീനമായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് CPM-ൻ്റെ പ്രവർത്തകർക്ക് BJP-യിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു വലിയ തോതിൽ CPM-കാർ BJP-ക്ക് വോട്ട് ചെയ്യുന്നത്. എത്രയോ മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടു. ആറ്റിങ്ങൽ മണ്ഡലത്തിലൊക്കെ വൻ തോതിലാണ് CPM-ൻ്റെ വോട്ട് BJP-യിലേക്ക് മറിഞ്ഞത് എന്നുള്ളത് അന്ന് ബൂത്ത് തല വിശകലനം നടത്തിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അണികൾ വലിയ തോതിൽ BJP-യിലേക്ക് പോകുന്നു, വോട്ടർമാർ വലിയ തോതിൽ BJP-യിലേക്ക് പോകുന്നു. പാർട്ടി മെമ്പർമാർ ഇപ്പോൾ പരസ്യമായി ഒരു ബ്രാഞ്ച് പ്രദേശത്തെ മെമ്പർമാർ മുഴുവനായി തന്നെ BJP-യിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മളിവിടെ കാണും. ഇതുകൊണ്ട് കേരളം ബംഗാളാകുമോ, അല്ലെങ്കിൽ കേരളത്തിലെ CPM-കാരെല്ലാം BJP-യിലേക്ക് പോകുന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട സൂചന വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ നിർണായകമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയണം. എന്താ കാരണം?
നമ്മുടെ CPM നേതാക്കന്മാരുടെ വാചാടോപങ്ങൾ എന്താണ്? കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നു, അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയി, കുറേ നേതാക്കന്മാരുടെ പേരുകളും പട്ടികളും ഒക്കെ അവർ നിരത്തും. ഇപ്പോൾ കേരളത്തിൽ തന്നെ എത്രയോ കോൺഗ്രസ് നേതാക്കന്മാർ BJPയിൽ പോകുന്നു എന്നുള്ള പ്രചരണങ്ങൾ എത്രയോ കാലമായി നടത്തുന്നു. ശശി തരൂരിനെ പോലെയുള്ളവർ, കെ സുധാകരനെ പോലെയുള്ളവർ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവർ, ഈവൻ ചെന്നിത്തല പോലും BJP എന്ന് പറഞ്ഞുള്ള പ്രചരണമാണ് ഇവർ പ്രചണ്ഡമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു സമുന്നത നേതാവ്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് എപ്പോഴെങ്കിലും BJPയിലേക്ക് പോയത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എന്നാൽ CPMൻ്റെ അടിത്തട്ടിൽ നിന്ന് BJPയിലേക്കുള്ള പോക്ക്, CPMൻ്റെ വോട്ടർമാർ BJPക്ക് ചെയ്യുന്നത്, ഇതൊക്കെ പുതിയ പുതിയ ദിശകളായി നമ്മൾ കേരളത്തിൽ കാണാൻ തയ്യാറാവേണ്ടതല്ലേ? അപ്പം ഞാൻ തിരുവനന്തപുരത്തെ ഒരു അനുഭവം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് എരുത്താവൂർ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു. 35 വർഷക്കാലം മാറനല്ലൂരിലെ CPMൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എരുത്താവൂർ ചന്ദ്രൻ. CPMൽ കടുത്ത VS പക്ഷക്കാരനുമൊക്കെ ആയിരുന്നു. ആ എരുത്താവൂർ ചന്ദ്രൻ ഇപ്പോൾ ആരാണെന്നറിയാമോ? BJPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം. അതുപോലെ തന്നെ വെള്ളനാടിലെ ഏരിയ സെക്രട്ടറി ആയിരുന്നു കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാർ 3-5 വർഷക്കാലം BJPയിൽ പോയി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ BJPയിൽ നിന്ന് CPMയിലേക്ക് വന്നു. അപ്പോൾ CPMൽ നിന്ന് BJPയിലേക്ക് പോവുക, BJPയിൽ നിന്ന് CPMയിലേക്ക് വരിക, ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുണ്ട് ഗിരിജ. അവർ എനിക്കൊന്ന് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നാണ് എൻ്റെ ഓർമ്മ. വെള്ളനാട് പഞ്ചായത്തിന് ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ആ ഗിരിജ ആയിരുന്നില്ലേ? കഴിഞ്ഞ 2014 എൻ്റെ ഓർമ്മ ആറ്റിങ്ങലിൽ BJPയുടെ സ്ഥാനാർത്ഥി. അവർ CPM കാരിയായിരുന്നു. 1 ലക്ഷത്തിലധികം വോട്ടാണ് അവർ പിടിച്ചത്. അപ്പോൾ ആ നിലയിൽ BJPയിലേക്ക് പോയതെന്ന് പറയുന്നതിൽ അറിയപ്പെടുന്ന നേതാക്കന്മാർ ബഹുഭൂരിപക്ഷം CPMൻ്റെതാണ്. എന്നാൽ ഈ CPM നേതാക്കന്മാരുടെ സംസ്ഥാന തലത്തിലുള്ള വാചാടോപങ്ങൾ എന്താണ്? കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതല്ല, അടിത്തട്ടിൽ CPMൽ നിന്ന് BJPയിലേക്ക് വലിയ തോതിൽ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. വോട്ടർമാർ, അണികൾ ഇപ്പോൾ ഇതാ പാർട്ടി മെമ്പർമാരിലേക്കും വന്നിരിക്കുന്നു. പാർട്ടി ഓഫീസുകൾ കാവിയായി മാറുന്നു. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു അന്തർധാരയാണ് കാണിക്കുന്നത്. BJPയിൽ നിന്ന് എത്ര നേതാക്കന്മാർ CPMയിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ആ നിലയിൽ CPMകാർക്ക് BJPയോടുള്ള ഒരു അസ്പൃശ്യത മാറിക്കൊണ്ടിരിക്കുന്നു. BJPയിൽ പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. CPMൻ്റെ നേതാക്കൾ അതിൻ്റെ ഭാഗമായി BJPയിലേക്ക് പോകുന്നു. CPMൻ്റെ അണികൾ വലിയ തോതിൽ BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇത് ഒരു സംഭവമായി ഇന്ന് മാറിയിരിക്കുന്നു. ഇതാണിന്ന് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിലെ അടിത്തട്ടിൽ നടക്കുന്ന സംഭവം. എന്നിരിക്കെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് CPMൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ BJPയിലേക്ക് പോകുന്നു എന്നുള്ള തെറ്റായ പ്രചരണം ഇവർ നടത്തുകയാണ്. എന്ന് മാത്രമല്ല, CPMൻ്റെ അണികൾ, പതിറ്റാണ്ടുകളായി CPMൽ പ്രവർത്തിച്ചവർ BJPയിലേക്ക് പോകുന്നതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ഇവിടുത്തെ CPMൻ്റെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അപകടമാണ് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണം. അടിത്തട്ടിലുള്ള CPMകാർ പലയിടങ്ങളിലും CPMയിലേക്ക് ചായുന്നു എന്നുള്ളതും, ചായാൻ അവർക്ക് മടിയില്ല എന്നുള്ളതും, BJPക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് മടിയില്ല എന്നുള്ളതും കാണാനുള്ള കണ്ണ് CPMനില്ല. അവരതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ മതേതര സ്വഭാവം, നമ്മുടെ സമൂഹത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വലിയൊരു തിരിച്ചടിയാകും എന്നുള്ളത് കാണാനുള്ള ബോധം CPMന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർത്തും ഖേദകരമാണ്.